കുടിയുന്നത്. ഈശോ പറയുന്നില്ല ദൈവരാജ്യത്തിൻ്റെ മക്കളാ. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എത്ര ഒരു തങ്കപ്പെട്ട മനസ്സ്. 4 വയസ്സിൽ അപ്പച്ചൻ മരിക്കുന്നു. ആദ്യമായിട്ട് കുടുംബത്തിൽ നിന്ന് മെഡിസിന് സ്കോളർഷിപ്പോടെ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. പ്രിലിമിനറി കോഴ്സ് ചെയ്യുമ്പം കൂടെ ഉണ്ടായിരുന്ന 2 വൈദിക വിദ്യാർത്ഥികൾ അവരിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാവുന്നു. അപ്പം ഡീപ്പസ്റ്റ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും നന്മ ചെയ്യണം. അപ്പോൾ ഡോക്ടർ ആവുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാവർക്കും ആശ്വാസമാണെന്നല്ല. അപ്പം ഈ വൈദിക വിദ്യാർത്ഥികളെ കണ്ടെത്തുമ്പോൾ മനസ്സിലാവുന്നു ലോകത്തിന് നന്മ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം വൈദികരാകുക എന്നുള്ളതാണെന്ന്. അങ്ങനെ വൈദികനാകാൻ അതിനു വേണ്ടി ചേരുന്നു. അന്നേരം വിധവയായ അമ്മച്ചി പറയുന്നുണ്ട്, എടാ കൂട്ടാ, ഇപ്പം നീ പോയി പിന്നെ നിനക്കിത് ശരിയായില്ലെങ്കിൽ മൊത്തം പിന്നെ സ്കോളർഷിപ്പും കിട്ടത്തില്ലല്ലോ. അന്നേരം പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല, മുന്നോട്ട് പോയി കാർഡിനലായി. വളരെ പെട്ടെന്ന് തന്നെ കാർഡിനലായി ഒരുപാട് ദൈവകരങ്ങളിലൂടെ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഏറ്റവും വാർദ്ധക്യത്തിലാണ് സെക്സ് അബ്യൂസ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് വരുന്നത്. അപ്പോൾ അതിനെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ ഒരുപാട് കരഞ്ഞു. പക്ഷേ എൻ്റെ ഷെപ്പേർഡ് ഹാർട്ടിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു, അവനെൻ്റെ പ്രാർത്ഥന വേണം. എന്നിട്ട് പിന്നെ ഈ സെക്സ് അബ്യൂസ് ആരോപിച്ച ആ പയ്യൻ്റെ ജീവിതാവസ്ഥയൊക്കെ പിന്നീട് അറിയുമ്പം ഒത്തിരി ആത്മാർത്ഥമായി അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നു. കാരണം കുഞ്ഞുപ്രായത്തിലെ അപ്പൻ നഷ്ടപ്പെട്ടു. എന്നിട്ട് അവനെ ആരൊക്കെയോ മിസ്യൂസ് ചെയ്ത് ഒരു ബോധവും ബുദ്ധിയില്ലാത്തൊരു പയ്യനാണ് ഇത്. പയ്യനല്ല, എയ്ഡ്സ് രോഗിയായി മരണത്തോടടുക്കുന്ന ഒരു വ്യക്തിയാണിത് പറയുന്നത്, ഈ അബ്യൂസ് പറയുന്നത്. പിന്നെ അതിലൊരു മനോഹരമായ പാട്ടുണ്ട്. കാർഡിനലിനെതിരെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ട് ന്യൂസ് മീഡിയ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആന്തരിക ജ്ഞാനത്തിൻ്റെയും ശാന്തതയുടെ ആഴം മനസ്സിലാവുന്നൊരു പോയിൻ്റുണ്ട്. ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആർ യു സ്റ്റിൽ ആക്റ്റീവ് ഇൻ സെക്ഷൽ ആക്ടിവിറ്റീസ്? ഒരു നിമിഷം എന്നിലേക്ക് ദേഷ്യവും മറ്റു വികാരങ്ങളും വന്നു. അടുത്ത നിമിഷം ഞാൻ ഓർത്തു, ഞാനും അവനും തമ്മിലുള്ള അന്തരം, അവൻ്റെ ലോകവും എൻ്റെ ലോകവും തമ്മിലുള്ള അന്തരം, അവൻ കാണുന്ന സെക്സും ഞാൻ കാണുന്ന സെക്സും തമ്മിലുള്ള അന്തരം, അതാണല്ലോ അവനെ ഈ ചോദ്യത്തിലേക്ക് ഉന്നയിച്ചത്. ഞാൻ ശാന്തമായി പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ശാന്തത വന്നു. അത് ദൈവവും അങ്ങനെയല്ലേ. നമ്മൾ ഓർക്കുമ്പോൾ കാണാമല്ലോ, ദൈവം പലപ്പോഴും നമ്മളെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ദൈവവും പലപ്പോഴും നമ്മുടെ പല കുരുത്തക്കേടിനും ദൈവവും ശാന്തമായല്ലേ തരാറ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ശാന്തമായി അവനോട് മറുപടി പറയാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതകാലം അത്രയും ഞാനൊരു ബ്രഹ്മചാരിയും വൈദികനുമായിരുന്നു എന്ന്. പിന്നെ ഈ സെക്ഷൽ അബ്യൂസ് ആരോപിച്ച അവനുമായിട്ട് പോയി പിന്നീട് കാർഡിനൽ പോയി കണ്ടു, അവനെ സംസാരിച്ചു. അവൻ്റെ അമ്മച്ചി ഇപ്പോഴും കത്തോലിക്ക തന്നെയായിരുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ ഒന്നിച്ച് കുർബാന അർപ്പിച്ചു. അവൻ മരിക്കുന്നത് സഭയോട് അനുരഞ്ജനപ്പെട്ടിട്ട് പൂർണ്ണ സമാധാനത്തിലാണ് അവൻ മരിക്കുന്നത്, അബ്യൂസ് ആരോപിച്ചവൻ. പിന്നെ അതും കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേനും കാർഡിനലിന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് സർജറി കഴിഞ്ഞ് അതിൻ്റെ വേദനകളൊക്കെ, നടുവേദനയും ശാരീരിക വേദനയൊക്കെ ആയി നിൽക്കുന്ന സമയത്തും പ്രാർത്ഥനയെപ്പറ്റി പറയുന്നവരുള്ളൊരു പോയിൻ്റുണ്ട്. പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ഒന്നും പറ്റാറില്ല. പിന്നെ ആരോഗ്യമുള്ളപ്പോൾ അങ്ങ് പ്രാർത്ഥിക്കും, പറ്റാതിരിക്കുമ്പോൾ ചെയ്യാതിരിക്കുവാണല്ലോ. ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ അന്നേരം അതിനു വേണ്ടി അങ്ങനെ പ്രാർത്ഥന എപ്പോഴും എനിക്ക് സ്ട്രഗിൾ തന്നെയാണ്. പിന്നെ പ്രവർത്തിക്കാൻ കൂടുതൽ ഇഷ്ടമെങ്കിലും ഇപ്പം ഒന്നും പ്രവർത്തിക്കാൻ പറ്റാതെയും പ്രാർത്ഥിക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുമ്പം
എങ്കിലും ദൈവം കാണുന്നുണ്ടല്ലോ. അങ്ങനെ 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 ദൈവത്തോട് പ്രത്യാശയോടെ നോക്കുന്ന ഒരു മനുഷ്യൻ. അത് കഴിഞ്ഞ് അതിലും മനോഹരമായൊരു പോയിന്റ് പറയുന്നുണ്ട്. 4 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മരിക്കുന്നത് ക്യാൻസറായിട്ടാണ്. ഈ ക്യാൻസറായിട്ട് അപ്പച്ചൻ്റെ ഫസ്റ്റ് സർജറി എങ്ങാണ്ട് കഴിഞ്ഞ് ഇവർ അപ്പച്ചനും 4 വയസ്സുള്ള മോനും അമ്മയും എല്ലാവരും കൂടി ഒരു ബന്ധുവീട്ടിൽ പോകുമ്പം അവരുടെ വരാന്തേന്ന് കൊച്ചു ബർണർദീൻ താഴേക്ക് വീഴുന്നു. വീണ് അപ്പച്ചൻ അവിടെ തൊട്ട് കാണുന്ന തന്നെ ഇരിപ്പുണ്ട്. കൊച്ചു വീണു എന്ന് കാണുമ്പോഴത്തേനും അപ്പച്ചൻ ഓട്ടിപ്പോയി നിലത്തന്ന് അടിച്ച് അവനെ എടുത്തു. സർജറി ചെയ്ത ഷോൾഡറാണ് സർജറി ചെയ്തിരുന്നത്. ആ ഷോൾഡർ വെച്ച് അപ്പം ഈ കൊച്ചു നോക്കുമ്പം അപ്പച്ചൻ എടുത്തു കഴിഞ്ഞ് അപ്പച്ചൻ്റെ ഷട്ടയിൽ നോക്കുമ്പോൾ രക്തം കിനിയുമാണ്. അപ്പം അന്ന് അപ്പച്ചൻ എന്തുമാത്രം വേദന മനസ്സിൽ മറന്നാണ് എന്നെ വന്ന് എടുത്തതെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഒരുപാട് സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്കറിയാമായിരുന്നു. എൻ്റെ അപ്പച്ചൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ ക്യാൻസറിൻ്റെ വേദനയിൽ ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ അപ്പച്ചൻ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അപ്പോൾ ദൈവപിതാവിൻ്റെ സ്നേഹം എത്രയെന്ന് എനിക്ക് അത്രയൊക്കെ എനിക്ക് എൻ്റെ രൂപതയെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ എനിക്ക് തന്ന സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണല്ലോ. അത്രയും സ്നേഹം എനിക്ക് എൻ്റെ രൂപതയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ ഈ വേദനയിൽ അറിയുന്നു, അപ്പച്ചൻ എന്നെ പിടിച്ചെങ്കിൽ എന്തുമാത്രം വേദന അപ്പച്ചൻ മറന്നിട്ടാണ് എന്നെ പിടിച്ചതെന്ന്. ഒരു കുഞ്ഞ് ജീവിതത്തിൽ അൺഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് കടന്നു പോകാവുന്ന ഒരു പോയിന്റിൽ വൈകാരികത ഉള്ള ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം സ്കെച്ച് ചെയ്യാൻ ഈശോ ഇട്ടുകൊടുത്തൊരു മാർഗം. വീഴുന്നത് ഈശോ അറിയുന്നുണ്ട്. ഈ കുഞ്ഞി കണ്ണുകൾ രക്തം കിനിഞ്ഞിറങ്ങുന്ന ഷോൾഡർ കാണുന്നുണ്ട്. നാളെ ഒരു ചിക്കാഗോ രൂപതയ്ക്ക് വേണ്ടി ഈശോ സ്നേഹത്തിൻ്റെ ഉറവ എന്നേ പൊട്ടിച്ചു വെച്ചിരുന്നു, സ്കെച്ച് ചെയ്തിട്ടിരുന്നു. ഈ പുസ്തകം എഴുതി ഏതാനും നവംബർ 7 ഈ പുസ്തകം പൂർത്തിയാക്കി നവംബർ 14 അദ്ദേഹം മരിക്കുന്നു. സാധിക്കുമെങ്കിൽ വായിച്ചു പോകണം. മറ്റൊന്നുമല്ല, നമ്മൾ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള വിശുദ്ധ ആത്മാക്കളാൽ ദൈവം സ്നേഹത്തിൻ്റെ ഭാഷ എന്തുമാത്രം നമ്മളെ പറഞ്ഞു തരുന്നുണ്ട്.